മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനായി കുങ്കി ആനയെ അതിരപ്പിള്ളിയിൽ എത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന ആനയാണ് എത്തിച്ചത്. ആനയെ പിടികൂടി ചികിത്സ നൽകാനാണ് നീക്കം. അതിനിടെ പരിക്കേറ്റ ആന ജനവാസ മേഖലയിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ തുടർ ചികിത്സ ഉറപ്പാക്കേണ്ടതുമാണ്. അതിനായി കുങ്കി ആനയെ അതിരപ്പിള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. തുടർന്ന് എങ്ങനെയായിരിക്കും പ്രവർത്തനം? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇഞ്ചിക്കൽ ആൻഡ്രു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ആനയുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ രാവിലെ ഏതാണ്ട് 7 മണിയോട് കൂടി തന്നെ ആന ഈ പറമ്പിലേക്ക് എത്തി. തുടർന്ന് ഇപ്പോൾ ഈ പറമ്പിലുള്ള കൃഷി, അതായത് വാഴയെല്ലാം നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആന ഭക്ഷണം കഴിക്കണം. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. എന്തായാലും ആനയെ പിടികൂടി ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും വനം വകുപ്പ് എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ വയനാട്ടിൽ നിന്ന് ഒരു കുങ്കിയാനയെ, വിക്രം എന്ന കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട്. ഈ രാത്രിയോട് കൂടി തന്നെ ബാക്കി കുങ്കിയാനകളും എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കൂടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അഭയാരണ്യത്തിൽ കൃത്യമായി നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മരങ്ങളെല്ലാം മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടു കൂടി തന്നെ ഈ കൂടിന്റെ പണി പൂർത്തീകരിക്കുകയും തുടർന്ന് ഈ മയക്കുവെടി വെച്ചുകൊണ്ട് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി തന്നെ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ചെയ്യും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ മണ്ണ് വാരിക്കൊണ്ട് ആന മസ്തകത്തിലേക്ക് എറിയുന്നതാണ്. നിരവധി വാഴകൾ ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ആന നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി ആന നിരന്തരമായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു ആക്രമണ സ്വഭാവം പോലും ആന പ്രകടിപ്പിച്ചിരുന്നു. ആനയുടെ ശാരീരിക നില ഓരോ ദിവസവും കഴിയുന്തോറും വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള ഈ ആൻഡോ ചേട്ടനാണ് ഇപ്പോ നമ്മോടുകൂടി ചേരുന്നത്. ചേട്ടാ, ആന എപ്പോഴെത്തിയതാണ്? ആന അതിരാവിലെ ഇവിടെ വന്നതാണ്. അതിന് ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഭക്ഷണം തേടിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ചികിത്സ ശരിയായ രീതിയിൽ തുടർ ചികിത്സ കൊടുക്കാത്തതാണ് ഇത്രയും ഗുരുതരാവാൻ കാരണം. അല്ല, ഇപ്പോൾ ഓടിച്ചാലും പോണില്ല. പൊതുവെ ആനകൾ ഇങ്ങനെ അല്ല, പൊതുവെ ആനകൾ നമ്മൾ ശബ്ദം ഉണ്ടാക്കിയ പടക്കം പൊട്ടിക്കുകയോ കുണ്ടു പൊട്ടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീങ്ങി പോകാമായിരുന്നു. ഇത് കാര്യമില്ല. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് അടുത്തേക്ക് വരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ് അത്. അതിന് ഭക്ഷണം കിട്ടണില്ല എന്നുള്ളതാണ്, ചികിത്സയും കിട്ടണില്ല. ഇത് വളരെ നാളായി ഒരു തുടർ ചികിത്സ കൊടുക്കണില്ല. ഇത് കൂട് കെട്ടി കൂട്ടിലിട്ട് തുടർ ചികിത്സ കൊടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുപോയാൽ ആന രക്ഷപ്പെട്ടു പോരുള്ളൂ. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിറകയിലാണ്, നെറ്റിയിലാണ് അതിന് അപകടം പറ്റിയത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പൊതുവെ ആളുകൾ പറയുന്നത്. അതായത് അന്ന് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിക്കൊണ്ട് ഒരു ദിവസം ചികിത്സ നടത്തിയിരുന്നു. പക്ഷേ ആ ചികിത്സ വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് പിന്നീടുള്ള ആഴ്ചകളിൽ നമുക്ക് മനസ്സിലായത്. കാരണം ആന വീണ്ടും കാടിറങ്ങുകയും ഈ ജനവാസ മേഖലയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഈ ആനയുടെ മസ്തകത്തിൽ നിന്ന് ഈ പുഴുക്കൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് വീണ്ടും വനംവകുപ്പിന് ഈ ആനയ്ക്ക് ചികിത്സ നടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യം കാണുന്ന ഈ ആൻഡ്രു എന്ന് പറയുന്ന ഈ വീട്ടുടമസ്ഥന്റെ പറമ്പിൽ ആന നിൽക്കുന്നതാണ്. ആന വാഴ മുഴുവൻ മറച്ചിട്ടിട്ടുണ്ട്. കവുങ്ങ് ചെടികളും തെങ്ങിൻ തൈകളെല്ലാം പിഴുതെറിയുന്നുണ്ട്. മണ്ണ് വാരിക്കൊണ്ട് മസ്തകത്തിലേക്ക് എറിയുന്നുണ്ട്. വളരെ ശാരീരികമായിട്ട് ക്ഷീണിതനായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആനയുള്ളത്. ആന ഭക്ഷണം തേടി തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് ഈ ആൻഡ്രു ചേട്ടൻ പറയുന്നത്. ഈ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആനകളെ പടക്കം പൊട്ടിച്ചാൽ പൊതുവെ പോവാറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ ആന പോകുന്നില്ല. കാരണം ആനയുടെ വിശപ്പാണതിന് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആനയെ പിടികൂടി ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ആദ്യത്തെ കുങ്കിയാന അവിടെ എത്തി. വിക്രം എന്ന് പറയുന്ന ആനയാണ് എത്തിയിട്ടുള്ളത്. മറ്റ് ആനകൾ വഴിയെ എത്തും. ഇന്ന് രാത്രിയോട് കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തന്നെ ആനകൾ ഇവിടെ എത്തും എന്നാണ് അറിയുന്നത്. തുടർന്ന് അരുൺ സക്രിയ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആനയെ കൃത്യമായി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത നടപടിക്രമങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഈ മയക്കുവെടി വെക്കുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതായത് ആനയുടെ ആരോഗ്യസ്ഥിതി ആ തലത്തിലാണുള്ളത്. അതുകൊണ്ട് ഈ മയക്കുവെടി വെച്ചുകൊണ്ട് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണോ, ഇനി അതോ കുങ്കിയാനകളുടെ മാത്രം സഹായത്തോടു കൂടിയാണോ ആനയെ കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും മയക്കുവെടി വെക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പൊതുവെ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള RRT അംഗങ്ങളെല്ലാം
എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതീവ സാഹചര്യം കൂടുതൽ ദുഷ്കരമാവുകയാണെങ്കിൽ അരുൺ സക്കറിയ എന്തായാലും നേരിട്ട് വീണ്ടും എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും ആനയെ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക എന്ന് തന്നെയാണ് ഇതിനുള്ള ഒരു പോംവഴിയായി പറയുന്നത്. നാട്ടുകാരും പ്രത്യേകിച്ച് നമ്മൾ കാണുമ്പോഴും വളരെ ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. മസ്തകത്തിലാണ് ആ മുറിവുള്ളത്. ആന ശ്വാസമെടുക്കുമ്പോൾ ഈ മസ്തകത്തിന്റെ ആ മുറിവിൽ നിന്ന് പോലും അത്തരത്തിൽ ഈ പൊടിപടലങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആന ഇപ്പോഴും ഈ തെങ്ങിൻ തൈകളെല്ലാം ഒടിക്കുന്ന ഒരു കാഴ്ച. ഈ തെങ്ങിൻ പട്ട ഒടിച്ച് അത് പിഴുതെറിയുകയാണ് ഓരോ തൈകളും. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് വാരിക്കൊണ്ട് മസ്തകത്തിന്റെ മുറിവിലേക്ക് എറിയുന്നുണ്ട്. ആദ്യവും ഇത്തരത്തിൽ തന്നെ ഈ ആന നിരന്തരമായി ഇത്തരത്തിൽ ഈ മണ്ണ് വാരി ഈ മസ്തകത്തിലേക്ക് എറിയുന്നതാണ് ഏറ്റവും ആരോഗ്യപരമായി ആന ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം മസ്തകത്തിലേറ്റ മുറിവ് ഒരു വ്രണമായി തന്നെ രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. അതുമാത്രമല്ല ആ ബുദ്ധിമുട്ട് തന്നെ കാണാം. നിരന്തരം ഇങ്ങനെ മണ്ണ് വാരി മസ്തകത്തിലോട്ട് എറിയുന്ന പുഴുക്കൾ വമിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടെത്തി. അടിയന്തര ചികിത്സ തന്നെയാണ് വേണ്ടത്.